എല്ലാവർക്കും ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന IPL 2026 ഏറ്റവും ആവേശകരമായ നെഞ്ചിടിപ്പേറ്റുന്ന ഒരു മഹാപോരാട്ടത്തിന്റെ മുഴുവൻ വിശേഷങ്ങളുമായാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ നടന്ന മത്സരം അക്ഷരാർത്ഥത്തിൽ ഒരു റൺമലയുടെ തന്നെ പോരാട്ടമായിരുന്നു. സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ RCB ആരാധകരെ സാക്ഷിയാക്കി ടോസ് നേടിയ RCB ക്യാപ്റ്റൻ രജത് പാട്ടിദാർ ആദ്യം പന്തെറിയാൻ തീരുമാനിച്ചപ്പോൾ ഗുജറാത്ത് ഇത്രയും വലിയൊരു സ്കോറിലേക്ക് പോകുമെന്ന് ആരും തന്നെ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. തുടക്കത്തിൽ തന്നെ ഒരു വിക്കറ്റ് വീഴ്ത്തി ഗുജറാത്തിനെ സമ്മർദ്ദത്തിലാക്കാം എന്നായിരുന്നു RCBയുടെ പ്ലാൻ. എന്നാൽ ഗുജറാത്തിനായി ബാറ്റിംഗ് ഓപ്പൺ ചെയ്യാനെത്തിയ യുവനായകൻ ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും മറ്റൊരു ലോകത്തായിരുന്നു. തുടക്കം മുതൽ തന്നെ RCB ബൌളർമാരെ ഒരു ദയയുമില്ലാതെ കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. RCBയുടെ പരിചയസമ്പന്നനായ പേസ് ബൌളർ ഭുവനേശ്വർ കുമാറിന്റെ ആദ്യ ഓവറിൽ തന്നെ ഒരു കിടിലൻ ഫോറടിച്ച് സായ് സുദർശൻ തന്റെ നയം വ്യക്തമാക്കി. പിന്നീടങ്ങോട്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കണ്ടത് സായ് സുദർശന്റെ ഒരു വൺമാൻ ഷോ ആയിരുന്നു സുഹൃത്തുക്കളെ. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബൌളർമാരിലൊരാളായ ഓസ്ട്രേലിയയുടെ ജോഷ് ഹേസൽവുഡിനെ പോലും സായ് സുദർശൻ വെറുതെ വിട്ടില്ല. ഹേസൽവുഡിന്റെ കൃത്യതയാർന്ന പന്തുകളെ വളരെ അനായാസം ബാക്ക്വേർഡ് പോയിന്റിന് മുകളിലൂടെ ഗാലറിയിലെത്തിച്ച ആ കാഴ്ച കണ്ട് സാക്ഷാൽ വിരാട് കോഹ്ലി പോലും അമ്പരന്ന് നിൽക്കുകയായിരുന്നു. വെറും 26 പന്തുകളിലാണ് സായ് സുദർശൻ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത്. സ്പിന്നർമാർ വന്നാൽ റൺറേറ്റ് കുറയുമെന്ന് കരുതിയെങ്കിലും കൃണാൽ പാണ്ഡ്യയെയും റൊമാരിയോ ഷെപ്പേർഡിനെയും അവർ നിലം തൊടിയിച്ചില്ല. 10ാം ഓവറിൽ തന്നെ ഗുജറാത്ത് സ്കോർ 100 കടന്നതോടെ സ്റ്റേഡിയത്തിലെ RCB ആരാധകരെല്ലാം വല്ലാത്തൊരു നിശബ്ദതയിലേക്ക് വീണുപോയി. മത്സരത്തിന്റെ 12ാം ഓവറിൽ വലിയൊരു നാടകീയതയാണ് നമ്മൾ കണ്ടത്. ലെഗ് സ്പിന്നർ സുയേഷ് ശർമ്മയുടെ പന്തിൽ സായ് സുദർശൻ അടിച്ച അതിശക്തമായ ഒരു സ്ട്രെയിറ്റ് ഡ്രൈവ് സുയേഷിന്റെ കയ്യിൽ തന്നെ ചെന്ന് തട്ടി അദ്ദേഹത്തിന് പരിക്കേൽക്കുന്ന ഒരു സംഭവമുണ്ടായി. വേദന കൊണ്ട് പുളഞ്ഞ സുയേഷിനെ കണ്ട് എല്ലാവരും ഭയന്നു. 10 മിനിറ്റോളം കളി നിർത്തിവെക്കേണ്ടി വന്നെങ്കിലും പരിക്ക് വകവെക്കാതെ അതിശക്തമായി തിരികെ വന്ന സുയേഷ് ശർമ്മ അതേ ഓവറിൽ തന്നെ 35 റൺസെടുത്ത സാക്ഷാൽ ശുഭ്മാൻ ഗില്ലിനെ പുറത്താക്കി RCBക്ക് ആദ്യത്തെ ബ്രേക്ക് ത്രൂ നൽകി. ഗില്ലിന് പിന്നാലെ അപകടകാരിയായ ജോസ് ബട്ട്ലർ കൂടി ക്രീസിലെത്തിയതോടെ ഗുജറാത്തിന്റെ റൺറേറ്റ് വീണ്ടും കുതിച്ചുയർന്നു. ഇതിനിടയിൽ 15ാം ഓവറിൽ വെറും 57 പന്തുകളിൽ നിന്ന് സായ് സുദർശൻ തന്റെ കരിയറിലെ ആദ്യ IPL സെഞ്ചുറി തികയ്ക്കുന്ന ഒരു ചരിത്ര നിമിഷത്തിനും ചിന്നസ്വാമി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചു. സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റ് നിന്നാണ് ആ യുവതാരത്തെ കൈയടിച്ച് സ്വീകരിച്ചത്. സെഞ്ചുറിക്ക് ശേഷം സായ് സുദർശനെയും ബട്ട്ലറെയും പുറത്താക്കി ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും RCBയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കിണഞ്ഞു ശ്രമിച്ചു. എന്നാൽ അവിടെയും ഗുജറാത്ത് വിട്ടുകൊടുത്തില്ല. അവസാന ഓവറിൽ കൃണാൽ പാണ്ഡ്യയ്ക്കെതിരെ ജേസൺ ഹോൾഡർ നടത്തിയ വെടിക്കെട്ട് ബാറ്റിംഗ് എല്ലാം മാറ്റിമറിച്ചു. 2 കൂറ്റൻ സിക്സറുകൾ ഉൾപ്പെടെ വെറും 10 പന്തിൽ 23 റൺസടിച്ച ഹോൾഡർ ഗുജറാത്ത് ടൈറ്റൻസിനെ 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 205 റൺസ് എന്ന പടുകൂറ്റൻ സ്കോറിലെത്തിച്ചു. RCBക്ക് സ്വന്തം തട്ടകത്തിൽ വിജയിക്കാൻ 206 റൺസ് എന്നൊരു ഹിമാലയൻ ലക്ഷ്യമാണ് ഗുജറാത്ത് നൽകിയത്. സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന പല ആരാധകരും RCB തോൽക്കുമെന്ന് കരുതിയിരുന്ന സമയത്താണ് ചേസിംഗിനായി സാക്ഷാൽ കിങ് കോഹ്ലി അവതാരമെടുക്കുന്നത്. എത്ര വലിയ ലക്ഷ്യമാണെങ്കിലും താൻ ക്രീസിലുണ്ടെങ്കിൽ അത് വെറുമൊരു സംഖ്യ മാത്രമാണെന്ന് വിരാട് കോഹ്ലി ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിച്ചു. ഗുജറാത്തിന്റെ വമ്പൻ ബൌളർമാരെയെല്ലാം കടന്നാക്രമിച്ച് നിലംപരിശാക്കി വെറും 44 പന്തുകളിൽ നിന്നും 81 റൺസാണ് വിരാട് കോഹ്ലി അടിച്ചുകൂട്ടിയത്. കോഹ്ലിയുടെ ഈ ഒറ്റയാൾ പോരാട്ടത്തിനു മുന്നിൽ ഗുജറാത്തിന്റെ എല്ലാ തന്ത്രങ്ങളും പാളിപ്പോയി. RCB ഈ അവിശ്വസനീയമായ വിജയം വളരെ എളുപ്പത്തിൽ സ്വന്തമാക്കിയപ്പോൾ മത്സരശേഷം നടന്ന ചടങ്ങിൽ സങ്കടം അടക്കിപ്പിടിക്കാൻ ഗുജറാത്ത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് കഴിഞ്ഞില്ല. കടുത്ത നിരാശയോടെയും ഏതാണ്ട് കരയുന്ന അവസ്ഥയിലുമാണ് ഗിൽ ക്യാമറകൾക്ക് മുന്നിൽ വന്ന് പ്രതികരിച്ചത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ 200-ന് മുകളിൽ സ്കോർ ചെയ്താൽ വിജയം ഉറപ്പാണെന്ന് തങ്ങൾ 100% വിശ്വസിച്ചിരുന്നതായി ഗിൽ പറഞ്ഞു. എന്നാൽ പരാജയത്തിന്റെ യഥാർത്ഥ കാരണം മറ്റാരുമല്ല, വിരാട് കോഹ്ലിയുടെ ആ മാസ്മരിക ഇന്നിംഗ്സ് തന്നെയാണെന്ന് ഗിൽ യാതൊരു മടിയും കൂടാതെ തുറന്നു സമ്മതിച്ചു. വിരാട് ഭയ്യ ക്രീസിലുള്ളപ്പോൾ RCBയെ തോൽപ്പിക്കുക എന്നത് വെറും ബുദ്ധിമുട്ടല്ല, മറിച്ച് അസാധ്യമായ കാര്യമാണെന്ന് ഗിൽ നെഞ്ചുപൊട്ടി പറഞ്ഞു. 81 റൺസ് നേടുന്നതിന് മുൻപേ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഗുജറാത്തിന് ഈ മത്സരം വിജയിക്കാമായിരുന്നു. എന്നാൽ അത് സാധിച്ചില്ല. ഈ കനത്ത പരാജയത്തോടെ പോയിന്റ് ടേബിളിൽ ഗുജറാത്തിന് വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ ശക്തമായി തിരിച്ചുവരുമെന്ന് പറയുന്നുണ്ടെങ്കിലും ആ മുഖത്തെ നിരാശയെല്ലാം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. എത്ര വലിയ റൺമലയാണെങ്കിലും വിരാട് കോഹ്ലിയെപ്പോലൊരു ഇതിഹാസം ഫോമിലാണെങ്കിൽ അവിടെ ഒരു ബൌളർക്കും ഒരു ടീമിനും രക്ഷയില്ല എന്ന് അടിവരയിടുന്നതായിരുന്നു ഈ മത്സരം. കോഹ്ലിയുടെ ഈ ഫോം തുടർന്നാൽ ഈ വർഷത്തെ IPL കിരീടം RCB സ്വന്തമാക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും IPL വിശേഷങ്ങൾക്കുമായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ കൂടി അമർത്തുക.